ഒരു 2-3 മിനിറ്റിന്റെ വീഡിയോ ഉണ്ട് നിങ്ങൾ കാണുന്നത്. ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ തെങ്ങുമ്മ കയറാൻ പോയത്. അവിടുന്ന് എമർജൻസി കോള് വന്നിട്ട് ഞാനും സംസുഖും കൂടി ഇന്ന് 22/8/2025 ആ വീഡിയോ നിങ്ങളൊന്ന് കാണാം. കാരണം ഞാൻ ഇല്ലാത്തത് പറയല്ല, ഞാൻ ഉള്ള സംഭവങ്ങളൊക്കെയാണ് നിങ്ങളോട് ഞാൻ പറച്ചല്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കി നുണ പറഞ്ഞിട്ടുള്ള വർത്താനം റബ്ബിനെ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ നിങ്ങള് ഇന്നാരും എന്നെ അറിയില്ല. അതുകൊണ്ട് നിങ്ങളാണ് 8500 സബ്സ്ക്രൈബ്. എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാരെന്നെ കുറെ ആൾക്കാർ യൂട്യൂബിൽ കൂടെ പരിചയപ്പെട്ടിട്ട് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവർക്കും അള്ളാഹുവിനോട് സ്തുതിക്കുകയാണ്. കാരണം ഞാൻ അവർക്കൊക്കെ എന്നോട് വിശ്വാസമായി. കാരണം ഞാൻ അങ്ങനെ നുണ പറഞ്ഞ ആളല്ല എന്നുള്ളത്. എന്റെ വീഡിയോ അതിൽ കുറെ ഉണ്ട്. നാളെ പണിയെടുക്കാൻ പോകുന്നുണ്ട്. ഇൻഷാല്ലാഹ് അവിടുത്തെ വീഡിയോ നിങ്ങൾ കാണുക. ഒക്കെ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിത ചരിത്രം, കൊറോണയുടെ സമയത്ത് എന്റെ ജീവിതത്തിൽ കൂടെ എന്തെല്ലാം എനിക്ക് പടച്ച റബ്ബ് അത്ഭുതം സൃഷ്ടിച്ച സംഭവങ്ങളൊക്കെ ഇൻഷാല്ലാഹ് ഞാൻ വെക്കുകയാണ്. എല്ലാവരോടും നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും. ഞങ്ങളിന്ന് 23-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ കണ്ടില്ലേ, ഇതൊക്കെ പോലീസുകാരെ വണ്ടിയായി നിൽക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ തെങ്ങ് കയറാൻ വന്നത്. ക്രൈംബ്രാഞ്ചിൽ ഇവിടെ തെങ്ങുമെന്ന് ഇളനീ വീണിട്ട് ആകെ പ്രശ്നമായിട്ട് അങ്ങനെ ഇന്ന് 23/8/2025 പോലീസ് സ്റ്റേഷനിലും ഇങ്ങനെ ഗവൺമെൻറ് BMCൻ്റെ മുനിസിപ്പാലിറ്റിൻ്റെ ഒക്കെ പണി എമർജൻസി കോള് വരുമ്പോൾ ഞാൻ വേഗം വന്ന് പണിയെടുക്കില്ല. അതാണ് എൻ്റെ വണ്ടിൻ്റെ മുകളിൽ BMC എമർജൻസി ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഒരുപാട് വർഷമായിട്ടാണ് ഇന്ന് നില തുടങ്ങിയാല 17 കൊല്ലമായി. ഇനി ഇതിൻ്റെ ചരിത്രം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇവിടെ കച്ചവടക്കാരൊക്കെ പാടെ കൊടുന്ന് പിടിച്ചു കൊണ്ടേതും ഉമ്മർക്കാനെയും യാവക്കാനെയും അനവധി ആൾക്കാരെ തെങ്ങുമ്മ കയറാൻ പിടിച്ചുകൊണ്ടായി. അവസാനം അവർ കരച്ചിൽ തുടങ്ങി. കാരണം അവർക്കുണ്ട കയറാറിയാം. ഇനി ആ കഥകൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇനി നീട്ടിക്കൊണ്ടുവന്ന സമയമില്ല. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിക്കുക. ഓക്കെ सर, गुड मॉर्निंग सर. आज इधर आया सर क्राइम ब्रांच के अंदर. मैं मंगलवार को आपका काम मैं करके दे देते हैं कि 2 दिन का काम इधर है सर. ये देखो पुलिस चौकी का इधर का ये झाड़ का पूरा उधर का पूरा पत्ता मार दिया. और इधर भी ये बाजू में सब 3-4 झाड़ है. ठीक है सर, मैं मंगलवार को आपका काम उधर से करके दे देगा ये वार्ड में. अभी 2 दिन का काम है, संडे का भी काम है इधर. इसके लिए मैं कल परसों आ नहीं सकता. ठीक है, कभी मंडे तक, हाँ मंडे तक आ जाएगा. ഇന്ന് 22-ാം തീയതി ഞങ്ങൾ ഇന്ന് എത്രാം തീയതി 23-ാം തീയതി 23-ാം തീയതി ഞങ്ങളിവിടെ ക്രൈം ബ്രാഞ്ചിൽ വന്നതാണ്. ഈ തെങ്ങിൻ്റെ ഇവിടെ കുറച്ച് തെങ്ങുണ്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ. അപ്പോൾ അവിടെ ഞങ്ങളിന്ന് കയറാൻ വേണ്ടി വന്നത്. അതൊക്കെ പോലീസുകാരുടെ വണ്ടിയാണ്. ശരി, അങ്ങോട്ട് വിളിച്ചിട്ടാളേ. ഇതിപ്പോൾ ഒരാൾ പറഞ്ഞ പേരൊക്കെ എന്താ പറയുക, മാനുവിൻ്റെ ബോൾ വച്ചന മാനു ഇതൊക്കെ പറഞ്ഞു നടക്കുകയാണ്. മാനു അവിടെ ഇവിടെ പണിയെടുക്കൊന്നും ഇല്ലാണ്ട് വെറുതെ വല്ലല്ലോ വർത്തമാനം പറയാന്നുള്ളത് ഇല്ലേ. ഞങ്ങളിത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് വന്നിട്ട് പറിക്കാൻ വന്നതാണ്. എന്തായിരുന്നു ക്രൈം ബ്രാഞ്ചിൻ്റെ അതാ അത് കാണുന്നുണ്ടല്ലോ. ഇതാ ക്രൈം ബ്രാഞ്ച് പൊന്നാറ മക്കളെ. ഞങ്ങൾ ചായ അടിക്കണൊക്കെയാണ്. ചായ വേഗം काला चाय वो आप ले लो, वो हम जब तक पिएगा ये. അപ്പോൾ ഞങ്ങളിവിടെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ नहीं वो मेरे को बताया साहब ने. साहब वो अपना मालिक है यार, वो झाड़ का चाय पिएगा. चलो ठीक है. हाँ गया टाइम में 150 दिया था. ഞങ്ങളിവിടെ പറയാനുള്ള കാരണം എന്താ അറിയോ, अरे वो दिन क्या हुआ 15 എത്ര കൊല്ലം 15 കൊല്ലം ഉണ്ടാവും. 15 साल पहला ये इसमें कंप्लेंट आया था आपका कमिश्नर का, ये है ना क्राइम ब्रांच के अंदर. और पुलिस वाला क्या किया, सब ऐसा गाड़ी एक गाड़ी को एक दुकान में भेज दिया. उन लोगों ने क्या बोला कि नारियल को पकड़ के लेके आओ, और सबको लेके खड़ा कर दिया. किसको भी तो चढ़ने को तो आता नहीं है, कौन चढ़ेगा. 15 साल के ऊपर हो गया लगता है. तो हमारा एक खास पहचान वाला मेरा सगा भाई लोग है, सगा भाई नहीं मामा का लोग, उमर सेठ, याकूब भाई और मुत्तू भाई, सबको पकड़ेंगे. दुकान का मालिक रुपए प्राप्त हुए. പോലീസ് സ്റ്റേഷനിലെ തെങ്ങൊക്കെ നല്ല വലിപ്പമുള്ള തെങ്ങാ. ഇന്ന് 22-ാം തീയതി വന്ന് കയറുക ശനിയാഴ്ച. ₹40 received on phone pay. കട്ടൻ ചായ കുടിക്കുക. സംസുക കൊടുക്കുന്ന കട്ടൻ ചായ. എന്തായാലും ചായ കുടിക്കട്ടെ. ഇത് കംപ്ലീറ്റ് അതാണ് ഓല വെട്ടിട്ടൊക്കെ. അതാണ് ഇതിമത്തെ കംപ്ലീറ്റ് ഓല തെങ്ങുമത്തെ ഓല കംപ്ലീറ്റ് വെട്ടണം. കാരണം ഇവിടെ ആൾക്കാർ വലിയ ഓഫീസർമാർ നടന്നു പോവുകയാണ്. അപ്പോൾ അവർ വണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കണ്ട വണ്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ
അപകടം വരികയാണ്. അന്ന് ആ കൊറോണ സമയത്ത് എന്നെ രക്ഷപ്പെടുത്തിയ ഇവിടുന്നാണ്. കാരണം ഒക്കെ അതിൻ്റെ കഥകളൊക്കെ പിന്നെ പറഞ്ഞുതരാം. ചാടിച്ചിട്ട് വേഗം പണി കൊടുക്കട്ടെ. ഇപ്പോഴും അവിടുന്നൊക്കെ കയറി വന്ന് തെങ്ങ് ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഞാനേ ഞങ്ങളെ 10 മണിയാകുമ്പോഴത്തേന് നമ്മളെ 10:20 ആകുമ്പോഴത്തേന് ഞങ്ങള് പണി നിർത്തിയിട്ടാ. നാളെ ഞങ്ങള് അതിന്റെ ബാക്കി പോലീസ് സ്റ്റേഷനിൽ കയറാൻ പോവാണ്. അതിന്റെ ഈ വീഡിയോ എന്നാണ്ട് വിട്ടുകൊടുക്കാന്നോ? ഇന്നൊരു 8 തെങ്ങും കൂടി ഉണ്ടല്ലോ. ഇനി 10 തെങ്ങും കൂടി ഉണ്ട് അവിടെ. എന്തായാലും പോലീസ് സ്റ്റേഷനിലെ പണിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഞാൻ ഇല്ലാത്തൊന്നും പറയില്ല. CID ഓഫീസില് ഞാൻ ഇല്ലാത്ത പറച്ചിലില്ല. കാരണം എന്റെ വർത്താനം കേട്ടാ നിങ്ങൾക്ക് തോന്നുന്നത് അറിയോ, മാനു എന്തൊക്കെ വെല്ലില്ല വിടായി. ഞാൻ ഉള്ളത് പറഞ്ഞെടുക്കുന്ന ഒരാളാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ക്രൈംബ്രാഞ്ചിന്റെ ഉള്ളിൽ പണിയെടുക്കണം. പോലീസുകാരെയും പോലീസ് ഓഫീസർമാരൊക്കെ. കാരണം എമർജൻസി കോള് വരുമ്പോ ഞാൻ ചെല്ലുന്നതാണ്. കാരണം അതുകൊണ്ടാണ് ആ പോലീസ് ഓഫീസർമാർക്ക് എന്നോട് അത്ര ഇഷ്ടം. കാരണം വലിയ ഉദ്യോഗസ്ഥന്മാര് കാറായിട്ട് പോകുമ്പോ ആ തേങ്ങ വീഴും, തെങ്ങുമത്തെ ഓലമടല് വീഴും. ഇതൊക്കെ അപകടം പിടിച്ച പണി. വലിയ ഓഫീസർമാർക്ക് പോണ സമയത്ത് അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ഏകദേശം 20 കൊല്ലത്തിന് മീതായി തെങ്ങ് കയറി തുടങ്ങിയിട്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊന്നും ആൾക്കാർ തെങ്ങുമ്മ പോയി കയറാൻ പാടില്ല. കാരണം ഗവൺമെന്റ് ജോലിയാ. അപ്പൊ അത് അത്രയും എക്സ്പീരിയൻസോ അത്രയും സർവീസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് അവിടെ സർട്ടിഫിക്കറ്റ് തരുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ഇത് അങ്ങനെ വണ്ടി ചെന്നിട്ടൊന്നും പോലീസുകാരോ ഗവൺമെന്റ് BMCയിലെ ആൾക്കാരൊന്നും അവരൊന്നും പോയി കയറ്റിക്കൂല. ആദ്യം അവർ നോക്കും പിന്നെ പണി പിന്നെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അവർ ആ പണിക്ക് നമ്മളെ വിളിക്കുള്ളൂ. പിന്നെ അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ പല സെക്ഷനിലും, അതുപോലെ വാങ്കഡ സ്റ്റേഡിയം അവിടെയൊക്കെ ഞാൻ ചെന്നിട്ട് വീഡിയോ എടുത്ത് വിട്ടേൻ്റെ നിങ്ങളിൻ്റെ വീഡിയോ കണ്ടാൽ മതി. അല്ലാതെ മാനില്ലാത്തത് പറഞ്ഞിട്ടൊന്നും നടക്കൂല. ഇവിടെ എല്ലാവർക്കും അറിയാം എന്നെ പറ്റിയിട്ട്. കാരണം യൂട്യൂബിൽ ഈ 8500 പേര് സബ്സ്ക്രൈബ് ചെയ്തവരെ എന്നെ അറിയില്ല. പക്ഷെ അവൻ്റെ വർത്തമാനം അങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പം ലോകം വിടലാന്ന് പറയാൻ ഞാൻ അങ്ങനെ നുണ പറഞ്ഞ് നടക്കുന്ന ആളല്ല. അതാണ് ഞാൻ എൻ്റെ റബ്ബിനെ സത്യം ചെയ്യണം. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വീരപ്പനെ വിളിച്ചോന്ന് പറഞ്ഞു. കാരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. അപ്പം ഞാൻ ഉള്ളത് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പണി. ഇപ്പോൾ ഇനി മറ്റേ സൈഡിൽ പറിക്കാണ്ട്. അപ്പോൾ സാറുമാർ പറഞ്ഞ് ഞാൻ നിർത്തിക്കളച്ച് ഞാൻ ആകെ വയ്യാതായി. കാരണം വലിയ തെങ്ങ് നിറഞ്ഞിരിക്കണം ഓലമാട്ടിലൊക്കെ വീണിട്ട്. അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറയട്ടെ. അങ്ങനെ 18 കൊല്ലം മുന്നേ ഇതേ ആ ക്രൈംബ്രാഞ്ചിൻ്റെ ഉള്ളിൽ എന്തോ വലിയൊരു സാറ് പോണ സമയത്ത് ഓലമടല് തേങ്ങയും കൂടി വീണ്. അപ്പൊക്കെ അതിൻ്റെ മേലിലെ വലിയ ഓഫീസർ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ തെങ്ങുമ്പോൾ മൊത്തം ഇളനീനും ഓലൊക്കെ വെട്ടി ഒഴിവാക്കണം ഞാൻ വരുമ്പോത്തിനെന്ന് പറഞ്ഞു. അത് പറഞ്ഞോട് കൂടിയിട്ട് സർവ്വ ആൾക്കാർ ഓരോ പോലീസ് വണ്ടി ഓരോ ഇളനീ കച്ചവടക്കാരെ അടുത്തേക്ക് പറഞ്ഞു വിട്ട്. കാരണം ഈ തെങ്ങ് കയറുന്ന ആളെ അന്വേഷിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉമ്മർക്കാനെ പിടിച്ചോണ്ടായി, യാവുക്കാനെ പിടിച്ചോണ്ടായി, നമ്മളെ മുത്തുവിനെ പിടിച്ചോണ്ടായി. ഇവരൊക്കെ ഉണ്ട് എൻ്റെ വീഡിയോ. ഇവരൊക്കെ ഇവരെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ ലൈവായിട്ട് പറഞ്ഞ് അവരെ മുന്നിൽ വീഡിയോ എടുത്ത് വിട്ടുതരാം. എന്നാലും നിങ്ങൾ വിശ്വസിക്കുമല്ലോ. അങ്ങനെ ഉമ്മർക്ക് യാവുക്കയും മുത്തുവായും ഒക്കെ ഇതിന് പിടിച്ചോണ്ടിരിക്കണേ. എന്നിട്ട് അവരോട് ഓരോ തെങ്ങിൻ്റെ മോള് നിർത്തിച്ചിട്ട് പറഞ്ഞ് തെങ്ങ് കയറാൻ പറഞ്ഞു. അവർക്കിടെ തെങ്ങ് കയറാൻ അവർ ഇളഞ്ഞി ചെത്തിയുള്ള പരിചയമുള്ളൂ. അങ്ങനെ അവർ പറഞ്ഞ് സാറുമാർ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടുന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തെങ്ങ് കയറിയിട്ടല്ല ഇവിടുന്ന് പോകാൻ പറ്റൂലായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊക്കെ പാടെ എനിക്ക് വിളിക്കണേ പൊന്നാര മാനുവാ. അപ്പം ഞാനാച്ചാൽ അന്തേരിയിൽ രാവിലെ പുലർച്ചെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കണേ. അവിടുന്ന് ഞാൻ ഫോണ് സൈലന്റ് ആക്കാൻ നിൽക്കുമ്പോൾ ഫോൺ കോൾ വന്ന് കിടക്കണേ. അപ്പം ഞാൻ തിരിച്ചു വെച്ച് നോക്കുമ്പോൾ യാവുക്കയും ഉമ്മർക്കയും മുത്തുബായും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. പൊന്നാര മാനുവാ ഞങ്ങളെ പോലീസുകാർ പിടിച്ചുകൊണ്ടിരിക്കട മാനുവാ. ഞങ്ങൾ ക്രൈംബ്രാഞ്ചിലുള്ള ഇച്ചൊന്ന് വായ മരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് മാറാം. എന്നാലേ ഈ പറച്ചോണ്ട ചേച്ചൊന്ന് വാട മാനു ഞങ്ങളെ വിടണമെന്നുണ്ടെങ്കിൽ ഇവിടെ തെങ്ങ് കയറ്റിച്ചിങ്ങനെ വിടുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം ഞാൻ അവർക്കും വേണ്ടിയിട്ട് അത്രയും ലോങ് 1.5 മണിക്കൂർ വണ്ടി ഓടിയിട്ട് എൻ്റെ പണികളൊക്കെ ഒഴിവാക്കിയിട്ട് ഞാനാച്ചാൽ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ 15,000, 10,000, 5,000, 20,000 ഇവിടെ ഇളനിയും പറിച്ചുകൊണ്ടിരുന്നു എൻ്റെ തോട്ടത്തിൽ പണം കണ്ടേ കെട്ടിയിട്ട്. അങ്ങനെ എൻ്റെ ആൾക്കാർക്ക് വല്ലതും സംഭവിച്ചെന്ന് കണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന്. അപ്പോൾ ഇത് പിടിക്കണാണ്ട് മുന്നേ 2 ദിവസം മുന്നേ ഉമ്മർക്ക് എന്നെ ഒന്ന് കളിയാക്കി. ആ ഉമ്മർക്കാരെ ഉമ്മർക്ക് എപ്പോഴും ആഴത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയതൊക്കെ ഞാൻ പറയും. അത് ഏത് വാപ്പ എന്ത് ചെയ്താലും ശരി. എനിക്ക് ചായയും വേണ്ട അവരെ ചോറും വേണ്ട. പക്ഷെ എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു പോയത് ഞാൻ ഏത് വാപ്പാനെ മുന്നേ തുറന്ന് പറഞ്ഞ ഒരാളാണ്. അതിൻ്റെ വാപ്പായാലും ശരി എൻ്റെ ഉമ്മയാലും ശരി എൻ്റെ പെങ്ങന്മാരായാലും ശരി ചറ്റത്രം ചെയ്താൽ ഞാൻ അത് വിളിച്ചു പോകും. അത് ഞാൻ തുറന്ന് പറഞ്ഞ ആളാണ്. എനിക്ക് ഞങ്ങളൊരാളെ ഭയപ്പെട്ട് ജീവിക്കണമല്ല, ഞങ്ങളൊരാളെ പൈസക്ക് വേണ്ടി ജീവിക്കണമല്ല. അപ്പൊ ഉമ്മർക്ക് എന്നെ കളിയാക്കി. എടാ മാനുച്ച് ഇപ്പോഴും തെങ്ങും രാത്രി വിളിക്കണേ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം
എടാ മാനേജ് ഇപ്പോഴും തെങ്ങുമെന്ന് ഇറങ്ങിയിട്ടില്ല, അണക്ക് വിളിച്ചാൽ കിട്ടലുമില്ല, അതുകൊണ്ട് ചോദിക്കുകയാണെന്ന് പറഞ്ഞു. ആ ഉമ്മർക്ക് തമാശ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഉമ്മർക്കാട് പറഞ്ഞു, ഉമ്മ ഞാൻ ആ രാത്രി വിളിക്കണത്. അപ്പൊ ഞാൻ ഉമ്മർക്കാട് പറഞ്ഞു, ഉമ്മർക്ക ഞാൻ ഇപ്പൊ താഴത്തുള്ളത് കാരണം രാത്രി ഉമ്മർക്ക് എന്നെ വിളിച്ച് കളിയാക്കിയതാ. ഞാനത് പഠിച്ചവർക്ക് വിട്ടുകൊടുത്ത് അല്ലാ ഇന്നങ്ങനെ കളിയാക്കാൻ കണ്ടില്ലെന്ന്. അത് കഴിഞ്ഞ് 2 ദിവസം 24-48 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഉമ്മർക്കാനെയും യാവുക്കാനെയും മുത്തുവിനെയും റബ്ബാണ് സത്യം, അള്ളാന്റെ റസൂലിന്റെ സത്യം പറഞ്ഞു ചോദിച്ചതാണ്. ഒക്കെ പിടിച്ച് വണ്ടിക്കടി കയറ്റി, എന്നിട്ട് തെങ്ങിന്റെ ചോട്ടിൽ നിർത്തിയത്. സത്യം നിങ്ങൾക്ക് അറിയാലോ. എല്ലാത്തിനും പിടിച്ച് വണ്ടിക്കടി കയറ്റി, എന്നിട്ട് അത് തെങ്ങുമ്മ കയറാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇവര് വിളിക്കണത്. അപ്പൊ ഇന്നിട്ട് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കുക. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും കളിയാക്കരുത്. മുത്തൂനോട് തെങ്ങുമ്മ കയറാൻ നമ്മൾ ഒരാളെ കളിയാക്കി പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്വർഗം കിട്ടൂല എന്ന് അള്ളാഹിന്റെ റസൂല് ഖുർആനിൽ ചരിത്രം പിടിച്ചിക്കണോ എന്ന് എനിക്ക് അറിയില്ല. നമ്മൾ തെറ്റ് ചെയ്യാതെ. അപ്പൊ എല്ലാവരോടും പറയാണ്, അങ്ങനെ ഉമ്മർക്ക് യാവക്ക് ഇപ്പൊ എപ്പോ ചെന്നാലും യാവക്ക ചായ വാങ്ങിത്തരോ, ഉമ്മർക്ക ചായ വാങ്ങിത്തരോ, മുത്തുബായി ചായ വാങ്ങിത്തരോ. പക്ഷെ മാനി എന്ന 2 വാക്കുകൊണ്ട് തീരണല്ല. എന്തെങ്കിലും പറയാനുള്ളത്? ഇനി പോലീസുകാരായിട്ട് ഇത്ര ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്റെ അടുത്ത് ആരും സങ്കടപ്പെട്ട് വരാൻ നിൽക്കണ്ടട്ടാ. പോലീസുകാർ മുനിസിപ്പാലിറ്റിക്കാർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് വരരുതിട്ടാന്ന്. നിനക്ക് വല്ലതും ചെയ്യണോ, നിന്റെ വല്ല കാര്യങ്ങളുണ്ടോ, അത് ഞങ്ങളോട് പറഞ്ഞോ. അല്ലാതെ ഒരാളെ കൊന്നിട്ടൊന്നും ഞങ്ങൾക്ക് വരരുതിട്ടാറില്ല. അത് പോലീസ് ഓഫീസർമാർ പറഞ്ഞതാണ്. കാരണം അവരൊക്കെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ അനവധി ആൾക്കാർ, നിങ്ങളെ പോലത്തെ കുറെ ആൾക്കാർ റോട്ടും കൂടെ നടന്നു പോകുമ്പോൾ ആ തെങ്ങുമെന്ന് തേങ്ങ വീഴാതിരിക്കാനും തേങ്ങ വീഴാതിരിക്കാനൊക്കെ ഞാൻ ഓടിച്ചെന്നിട്ട് നിങ്ങളെ ആൾക്കാരെ ജീവൻ രക്ഷിക്കുക. പക്ഷെ എനിക്കൊരു എൻ്റെ ജീവിതം, എൻ്റെ ജോലി, എൻ്റെ മക്കൾക്കുള്ള അരിക്കായിട്ടുണ്ട്. ഞാൻ 3 ആളെ പണിയെടുക്കേണ്ട 2000-3000 രൂപ എനിക്ക് കിട്ടണമുണ്ട്. പക്ഷെ ഇതാണ് നിങ്ങളുള്ള ബന്ധങ്ങളൊക്കെ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് വിട്ടു തരികയാണ്. അല്ല മുത്തൂനോട് തെങ്ങുമ്മ കയറാൻ പറഞ്ഞപ്പോ തളപ്പ് അന്വേഷിക്കണം. മുത്തിനൊരു കാണുമ്പോ മുത്തിന് നമുക്ക് ഒരു വീഡിയോ, മുത്തിന് ഞാൻ വീഡിയോ എടുത്ത് വിട്ടുതരാം. ആരാച്ചാറിന്റെ ദൂരെയാണ് തളപ്പായിട്ട്. അപ്പൊ അവരോട് അടക്കാൻ പറ്റും, വാഴമ കയറാനല്ലെന്ന് പറഞ്ഞു അരുണാച്ചാറിന്റെ വെച്ചിട്ട്. ഇതിന്റെ ബാക്കി നാളെ ഞങ്ങൾക്ക് ക്രൈംബ്രാഞ്ചിൽ നിന്നിട്ട് ഞങ്ങൾക്ക് അതിന്റെ ബാക്കിയുള്ള കഥ പറഞ്ഞു തെങ്ങൊക്കെ ചൂണ്ടിക്കാണിച്ചു തരാം. മുത്തുവിനെ കയറ്റിക്കാനുള്ള തെങ്ങോ, യാവക്കാനെ കയറ്റിക്കാനുള്ള തെങ്ങോ, ഉമ്മർക്കാനി സർവ്വ ആൾക്കാര്. മാണി എന്ന് പറഞ്ഞാൽ 2 വാക്കുകൊണ്ട് തീരുന്നില്ല. ഇവിടെ കൊണ്ട് വെക്കട്ടെ. ഞാൻ സംസക്ക് ഇറങ്ങുകയാണ്. ഞാൻ ഇതിന്റെ ബാക്കി നാളെ വിടാം. ഓക്കെ. पेटीएम पर 50 रुपए प्राप्त हुए. മൗത്തും ആയാത്തിലും ഉടമസ്ഥരെ മനസ്സിൽ മൂറാകുകൾ അറിയുന്നോനെ, നിത്യവും നിന്റെ മുന്നിൽ സൂജൂദിൽ വീണേ, ഭാഗ്യാച്ച പാടാൻ കിട്ടുന്നില്ലല്ലോ റബ്ബേ. മൗത്തും ആയാത്തിലും ഉടമസ്ഥരെ മനസ്സിൽ മൂറാകുകൾ അറിയുന്നോനെ, നിത്യവും നിന്റെ മുന്നിൽ സൂജൂദിൽ വീണേ, ഭാഗ്യാച്ച പാടാൻ കിട്ടുന്നില്ലല്ലോ റബ്ബേ. മൗത്തും ആയാത്തിലും ഉടമസ്ഥരെ മനസ്സിൽ മൂറാകുകൾ അറിയുന്നോനെ, നിത്യവും നിന്റെ മുന്നിൽ സൂജൂദിൽ വീണേ. അപ്പോൾ ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞ്, പോലീസ് സ്റ്റേഷനിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥയായി തള്ളരുതേ, കഥയായി കാണരുതേ, ഓരോ മനുഷ്യൻ്റെ ജീവിതം കഥയായി കാണരുതേ, കഥയായി കാണരുതേ, കഥയായി തള്ളരുതേ. എൻ്റെ കച്ചവടമാണിത്. പണി കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും. ഇവരാണ് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നിങ്ങൾ എന്നെ പരിചയപ്പെട്ടാണ്. ഞാൻ ഒന്ന് വരുന്ന വിവരം അറിഞ്ഞപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിക്കണ്.
അപ്പൊ എന്നോട് പറഞ്ഞ് ഞാൻ ഇവിടെ തലശ്ശേരിയാണ്. ആ അപ്പൊ അങ്ങനെ വന്ന് പരിചയപ്പെട്ടതാ. ഓക്കെ എല്ലാവരോടും മോഡൽ വീഡിയോ എടുക്കുന്നത്